നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മറ്റൊരാളുടെ കുഞ്ഞിനെ 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിക്കാൻ തയ്യാറാകണമെങ്കിൽ ആ സ്ത്രീയുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആത്മബന്ധം ഉണ്ടാവണം മാഡം. മാനസികമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. ഒരു നഴ്സായ ഭാവനയ്ക്ക് മെഡിക്കൽ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാലോ. അങ്ങനെ അറിയാവുന്ന ഒരാൾ അവിവാഹിതയായ മാനസയെ ഇങ്ങനെ ഒരു കൃത്യത്തിന് പ്രേരിപ്പിച്ചത് കുറ്റകരമല്ലേ? മാഡം, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഇതിന് കൃത്യമായ ഉത്തരം പറയേണ്ടത് മാനസേ. എനിക്കറിയേണ്ടത് സത്യമാണ്. മാനസ ഇപ്പോ ഗർഭിണിയാണ്. ആ ഗർഭം എങ്ങനെ ഉണ്ടായതാണെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല മാഡം. അപ്പൊ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല അല്ലേ? ഇല്ല. ഈ മാനസ സൂര്യയുടെ ഭാര്യ ആവേണ്ടിയിരുന്ന കുട്ടിയാണോ? മാഡം, ഞാനും സൂര്യയും ചെറുപ്പം മുതലേ അടുപ്പത്തിലായിരുന്നു. പിന്നെ എങ്ങനെയാ മാനസ സൂര്യയുടെ ഭാര്യ ആകുന്നത്? അങ്ങനെയാണെങ്കിൽ സൂര്യയും മാനസയും തമ്മിലുള്ള വിവാഹം എങ്ങനെയാ കതിർമണ്ഡപം വരെ എത്തിയത്? മാഡം, സൂര്യയുടെ അമ്മ ജയനിർമ്മല ആന്റിയെ വശത്താക്കി ഈ പരാതി തന്നിരിക്കുന്ന അജയനും പ്രസീതയും നടത്തിയ ഒരു നാടകമായിരുന്നു അത്. അവര് വിചാരിച്ച കാര്യങ്ങളൊന്നും അന്ന് നടന്നില്ല. ദൈവം ഇപ്പോ അവരെ ഇങ്ങനൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചതാണ്. അപ്പോ മാനസയെ നിങ്ങളൊന്നിനും പ്രേരിപ്പിച്ചിട്ടില്ല. മാനസയുടെ അച്ഛന്റെ പരാതി വ്യാജമാണെന്ന് അല്ലേ? അതെ മാഡം, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല മാഡം.